ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ മരണം നിഴലായി കൂടെയുള്ള തോഴൻ എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്ന സംഗതി. സഹോദരങ്ങളെ, മരണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു മൂന്നക്ഷരമാണ്. പക്ഷേ നമ്മൾ മരണവാർത്തകൾ കേട്ടാലും മരണത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും ഉത്ബോധനങ്ങളുമൊക്കെ കേട്ടാലും എന്തുകൊണ്ടോ അത് വേണ്ട രൂപത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് എല്ലാം നിസ്സാരമാണത്. ഒരു നിസ്സാരവൽക്കരണം അത് മരണത്തിൻ്റെ വിഷയത്തിൽ വളരെ വർദ്ധിച്ച തോതിലാണ് പടർന്നു പിടിച്ചിട്ടുള്ളത്. സത്യത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം എത്രമാത്രം അപകടമാണോ അതിനേക്കാൾ വലിയ അപകടമാണ് മരണത്തെക്കുറിച്ചുള്ള ഭയമില്ലാത്തൊരു അവസ്ഥ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മരണമെന്ന് പറയുന്നത് അത് നിസ്സാരമായൊരു കാര്യമല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം, പ്രവാചകൻ വിട പറയുന്നതിൻ്റെ 4-5 ദിവസത്തെ ഓരോ നിമിഷങ്ങളും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. പ്രവാചകന് പനി മൂർച്ഛിച്ച്, പനിയുടെ താപം വർദ്ധിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ, ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യം. ആയിഷ റളിയല്ലാഹു അൻഹ പലപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പുതപ്പിട്ട് മൂടുന്നു, ചില സന്ദർഭത്തിൽ പുതപ്പ് മാറ്റുന്നു, ചില സന്ദർഭത്തിൽ പ്രവാചകൻ വെള്ളം ആക്കിയിട്ടുള്ള തുണി തൻ്റെ മുഖത്തേക്ക് ഇടാനായിട്ട് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബിയുടെ മകൾ അവർ പറയുകയുണ്ടായി, നബിയുടെ വേദനയും വെപ്രാളവും കണ്ടുകൊണ്ട്
വാ കർബായ അബതാ, എൻ്റെ പിതാവേ, എന്തൊരു ദുരന്തമാണ് അങ്ങ് അഭിമുഖീകരിക്കുന്നത്, എന്തൊരു വേദനയാണ് അങ്ങ് കടിച്ചിറക്കുന്നത്. പിതാവിൻ്റെ ആ മരണത്തിന് തൊട്ടു മുമ്പുള്ള വേദന, അവിടുത്തെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് മകളായ ഫാത്തിമയുടെ മനസ്സ് വളരെ നീറിക്കൊണ്ടിരിക്കുകയാണ്, വിങ്ങിപ്പൊട്ടുകയാണ്. പിതാവ് വിഷമിക്കുന്നതും ദുഃഖിക്കുന്നതും ആ മകൾക്ക് അത് കാണാൻ സാധ്യമല്ല. പക്ഷേ അത് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്. ആ സന്ദർഭത്തിൽ മരിക്കുന്നതിൻ്റെ ഏതാനും നിമിഷം മുമ്പാ പറയുന്നത്, ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല. മരണത്തിന് ഒരു വേദനയുണ്ട്, വെപ്രാളമുണ്ട്. ആ മരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫിൽ ഒരു വചനമുണ്ട്. ആ വചനം എന്ന് പറയുന്നത് വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണമെന്ന് പറയുന്ന മരണത്തിൻ്റെ ആ വേദന, വെപ്രാളം, അത് യാഥാർത്ഥ്യം കൊണ്ടുവരും. അത് സത്യമായിട്ടും വരും. ആ വേദനയോടുകൂടെയുള്ള മരണം അത് വരും. അതിൽ നിന്ന് ഓടി അകന്നുകൊണ്ടിരിക്കുന്ന, മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തിൻ്റെ രംഗങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാം. അധർമ്മകാരികളായി ജീവിച്ചിട്ടുള്ള, അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുള്ള ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ മരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദനയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു രംഗം സൂറത്തുൽ ഖിയാമയിൽ പറയുന്നുണ്ടല്ലോ, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്. മനുഷ്യൻ്റെ പ്രാണം അവൻ്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ, ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കാൻ എന്ന് പറയപ്പെടുന്ന, ചോദിക്കപ്പെടുന്ന ആ രംഗം, ആരാണ് രക്ഷിക്കാനുള്ളത്, മരണം പിടിച്ചു നിർത്താൻ ആരാണുള്ളത്? ആരുമില്ല. വല്ലന്ന അന്നഹുൽ ഫിറാഖ്. എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും, എത്ര വലിയ ഡോക്ടർമാരാണെങ്കിലും, എത്ര വലിയ അനുഭവങ്ങളും പരിചയങ്ങളും ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷിക്കുക സാധ്യമല്ല. അങ്ങനെ ആ മനുഷ്യൻ ഉറപ്പിക്കുകയാണ്, വല്ലന്ന അന്നഹുൽ ഫിറാഖ്, വേർപാടായി എന്ന് ഉറപ്പിക്കുകയാണ്, തീർച്ചപ്പെടുത്തുകയാണ്, വിട ചൊല്ലുകയാണ്. ഇനി ഇത് അന്ത്യനിമിഷമാണ്, അത് മാത്രമാണ് സംഭവിക്കാനുള്ളത്, അവസാനമായി എന്നുറപ്പിക്കുകയാണ്. അങ്ങനെ മനുഷ്യന്റെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടി അടിക്കുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാക്, നിന്റെ രക്ഷിതാവിങ്കിലേക്ക് തെളിച്ചു കൊണ്ടുപോകുകയാണ്. മരണത്തിൻ്റെ രംഗങ്ങളാ പറയും. ഖുർആനിൽ അനവധി സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പം മരണത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ചിന്തകളാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരാളുടെ മരണമല്ല, ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുള്ള ദുരന്തങ്ങൾ. ഒരു സ്കൂളിൽ നിന്ന്, മലപ്പുറം ജില്ലയിലെ പാങ്ങെന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വിനോദയാത്രക്കായി പോയിട്ടുള്ള അധ്യാപകരടങ്ങുന്ന ഒരു സംഘം നമുക്കറിയാം. അവർ തമിഴ്നാട്ടിലെ വാൽപ്പാറ എന്ന് പറയുന്ന ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിൽ അവിടുത്തെ 13ാമത്തെ ഹെയർപിന്നിൽ നിന്ന് 800 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു വീണു എന്നുള്ളതാണ് ആ ദുരന്തത്തിൻ്റെ ചിത്രം നമ്മൾ കാണുകയുണ്ടായി. എത്ര ഭയാനകമായിട്ടുള്ള രംഗമായിരുന്നു അത്. 13ൽ നിന്ന് 9ലേക്ക് വീണു എന്നുള്ളതാണ്. ഒരുപാട് അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചു. എത്ര സന്തോഷത്തിലായിരുന്നു. തൊട്ട് നിമിഷം മുമ്പ് അവർ പാട്ടുപാടിയും പാട്ട് കേട്ടും സെൽഫി എടുത്തും അങ്ങനെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. മരണത്തോട് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയെന്നവർക്കറിയില്ല. 10 ആളുകൾ അതിൽ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അവിടെ തന്നെ 8 ആളുകൾ മരണപ്പെട്ടു. അതുപോലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ചിട്ട് വെടിക്കെട്ടപകടത്തിൽ നിരവധി ആളുകൾ മരണപ്പെടുകയുണ്ടായി. സത്യത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും മരണത്തിൻ്റെ വാർത്തകളും
അതിന് നമുക്ക് പാഠമില്ലേ? എല്ലാവർക്കും ഗൗരവമായിട്ടുള്ള പാഠമുണ്ട് പ്രിയമുള്ളവരെ. പ്രത്യേകിച്ച് അശ്രദ്ധയിൽ കഴിയുന്ന, അള്ളാഹുവിനോട് അകന്ന് നിൽക്കുന്ന, സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, ബുദ്ധിയും ബോധവുമില്ലാത്ത, പരലോക ചിന്തയില്ലാത്ത ആളുകൾക്ക്, എല്ലാവർക്കും, അത്തരം ആളുകൾ പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള ചിന്തകളും പാഠങ്ങളും അത് നൽകുന്നു എന്നുള്ളതാണ്. മരണം കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പരീക്ഷണങ്ങളാണല്ലേ. നിരവധി പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിൽ, അതുപോലെ സൂറത്തു അൽ കഹ്ഫിൽ, സൂറത്തുൽ മുൽക്കിൽ ഒക്കെ മനുഷ്യനെ പരീക്ഷിക്കും. പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രമല്ല, കടുത്ത ദുരന്തങ്ങൾ മനുഷ്യന് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഇത്തരം മരണങ്ങൾ, ദുരന്തങ്ങൾ വരുമ്പോൾ ഈ ദുരന്തങ്ങളെന്ന് പറയുന്നത് ആവർത്തിച്ച് സംഭവിക്കുന്നു. ഒരുപാട് ആളുകൾ ഒരു ദുരന്തത്തിൽ, വളരെ പാവപ്പെട്ടവരായ ആളുകൾ, അവരധ്വാനിക്കുകയാണ് കുടുംബത്തിനെ പോറ്റാൻ, അവരുടെ കുട്ടികൾക്ക്, അവരുടെ ഭാര്യയ്ക്ക്, ഇണക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. മറ്റൊരു വിഭാഗം സന്തോഷം അത് അനുഭവിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ മരണം അവരുടെ ആ ആത്മാക്കൾ മലക്കുൽ മൗത്ത് പിടിച്ചെടുത്തു. ഈ ഒരു സന്ദർഭം പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. നമ്മൾ മാറാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾക്ക് ഈ സംഭവങ്ങൾ കാരണമാകണം എന്നുള്ളതാണ്. ഇത്തരം അപകട മരണങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് മിൻ അമാറാത്തിസ്സാ എന്നാണ്, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്നുള്ള മരണം, അവിചാരിതമായിട്ടുള്ള മരണം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ മരിക്കാൻ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു സൂചനകളില്ല. പെട്ടെന്നാണ് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് മരണത്തിന് കീഴടങ്ങുന്നത്. ഇങ്ങനെയുള്ള മരണമെന്ന് പറയുന്നത് അത് ഒരു അധർമ്മകാരിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റെയും ഖേദത്തിൻ്റെയും ഒരു മടക്കമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ നിന്ന് മാറി നിന്ന് അശ്രദ്ധയോടുകൂടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, പരലോക ബോധമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല, അങ്ങനെ രാവും പകലും തള്ളി നീക്കുന്ന ആളുകൾ മരണത്തിന് വിധേയമാകുമ്പോൾ അത് ആ ഒരു മടക്കമുണ്ടല്ലോ, ആ ഒരു മരണം, അത് വല്ലാത്ത ദുഃഖത്തിൻ്റെയും ഖേദത്തിൻ്റെയും മരണമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മൗത്തുൽ ഫുജ്അതി അഖ്ദതു അസഫിൻ, ദുഃഖത്തിൻ്റെ മടക്കമാണത്, ദുഃഖത്തിൻ്റെ മരണമാണത് എന്നുള്ളതാണ്. എന്താണ്? എല്ലാ മരണവും ദുഃഖം തന്നെയാണ്. പക്ഷേ അള്ളാഹുവിനുള്ള കാര്യങ്ങൾ, അള്ളാഹുവിനുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ മരണപ്പെടുക എന്നുള്ളത് അത് വലിയ നഷ്ടത്തിൻ്റെ, പരാജയത്തിൻ്റെ ഒരു അവസ്ഥയാണ് കുറിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പെട്ടെന്നുള്ള എല്ലാ മരണവും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇബാദത്തുകൾ ചെയ്യുന്നു, അള്ളാഹുവിനുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് മരണപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും അവന് ഗുണകരമായിരിക്കും, അതിൽ സംശയമില്ല. അങ്ങനെയുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോയ ഘട്ടത്തിൽ അറഫയിൽ, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ആ സന്ദർഭത്തിൽ, പരിശുദ്ധമായിട്ടുള്ള ആ സന്ദർഭത്തിൽ ഒരു ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ ഒരു ശിഷ്യൻ ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് നിന്ന് വീണു. അദ്ദേഹം അന്ന റജുലൻ കാന വാഖിഫൻ ബിഅറഫ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെ അറഫയിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇത് വഖഅൻ റാഹിലത്തി, ഈ വാഹനത്തിൽ നിന്ന് അദ്ദേഹം വീണു എന്ന് പറഞ്ഞിട്ട് ഫഅക്സഅത്ഹു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥമായിട്ട് പറയുന്നത് ഈ ഒട്ടകത്തിൻ്റെ കാല് തട്ടി അദ്ദേഹത്തിൻ്റെ കഴുത്ത് പൊട്ടി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മരണം സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹം ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ നമുക്കറിയാം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, തല മറക്കാനായിട്ട് പാടില്ല. അപ്പം അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കണല്ലോ.
മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? സുഗന്ധം ഉപയോഗിക്കും, കർപ്പൂരം ഉപയോഗിക്കും, വാസനയുള്ള സോപ്പ് ഉപയോഗിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, യഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ, നിങ്ങൾ അദ്ദേഹത്തെ വെള്ളം കൊണ്ടും അതുപോലെ താളി കൊണ്ടുമൊക്കെ കുളിപ്പിക്കുക. വകഫിനുഹു ഫി തൗബൈ, അദ്ദേഹത്തിന് ആ വസ്ത്രത്തിൽ 2 വസ്ത്രം, ഇഹ്റാമിൽ കഴിയുന്ന ആൾ 2 വസ്ത്രമേ ധരിക്കുള്ളൂ, ആ വസ്ത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കഫൻ ചെയ്യുക. വലാ തുഹന്നിതുഹു വലാ തുഖമ്മിറു റഅസ, അദ്ദേഹത്തിന് സുഗന്ധം ഉപയോഗിക്കരുത്, തലമറക്കരുത്. ഫഇന്നഹു യബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ, അദ്ദേഹം ഖിയാമത്ത് നാളിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. അപ്പോൾ ഈ ഹദീസിൽ നൽകുന്ന പാഠം എന്താണ്? ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായിട്ട്, മരണം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതം തന്നെ എല്ലാ അർത്ഥത്തിലും, പക്ഷേ ഇത് ഒന്നുകൂടെ ആരോഗ്യപരമായ പ്രശ്നമില്ല, എന്തെങ്കിലും ഒരു സൂചനയില്ല, അങ്ങനെ പിന്നെ അവന് മരിക്കുകയാണ്. ഇബാദത്ത് ചെയ്തുകൊണ്ട് നന്മ ചെയ്യുന്നവനായ നിലയിൽ മരണപ്പെട്ടാൽ അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണം അത് തീർച്ചയായിട്ടും പിന്നെ അതൊരു തെറ്റാണ് എന്നോ അല്ലെങ്കിൽ ദുരന്തമാണ് എന്നോ ഒരിക്കലും വിശേഷിപ്പിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. കാരണം എന്താ? അവന് നല്ല ഒരവസ്ഥയിലാണ് മരണപ്പെട്ടു പോകുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും കിട്ടുന്ന രൂപത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഒരു മനുഷ്യൻ മരണത്തിന് വിധേയമാകുമ്പോൾ ആ മനുഷ്യൻ്റെ അള്ളാഹുവിനോടുള്ള ആ ഒരു കർമ്മങ്ങൾ അവൻ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം അത് വളരെ ഗൗരവമാണ്. ഇപ്പം നമ്മളൊക്കെ എത്രയെത്ര വീഴ്ചകളാണ് വരുത്തുന്നത്, അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ എത്രയെത്ര വീഴ്ചകളാണ് വരുത്തുന്നത്. ഇപ്പോൾ വാഹനത്തിൽ അപകടം, പലതരം അപകട മരണങ്ങളുണ്ടാകുന്നു. വാഹനത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഈ വാഹനത്തിൽ കയറുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ലേ? വാഹനത്തിൻ്റെ മുമ്പിൽ മനോഹരമായിട്ടുള്ള കളർ പ്രിൻ്റ് എടുത്തിട്ടുള്ള പ്രാർത്ഥനയുടെ ആ പിന്നെ രൂപം അല്ലെങ്കിൽ കാർഡ് കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. പക്ഷേ പ്രാർത്ഥിക്കുന്നവരാരുണ്ട്? ആ പ്രാർത്ഥന കൺമുന്നിലുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത് പഠിക്കാതെ പ്രാർത്ഥിക്കാതെ വളരെ മോശപ്പെട്ട പാട്ടും മറ്റുമൊക്കെ, പാട്ട് കേൾക്കേണ്ട നല്ല പാട്ടൊക്കെ ആവാം, പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകാൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് എന്ന് പറയുന്നത്, ചര്യ എന്ന് പറയുന്നത്, അവിടുത്തെ രീതി എന്ന് പറയുന്നത് വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുഹ്റുഫിലെ 2 വചനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطب عنا بعدا اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وأثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. ഇതാണ് ആ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയുടെ ആരംഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എത്ര അർത്ഥസമ്പന്നമായ പ്രാർത്ഥനയാണത് നാദാ. എന്താ പറയുന്നറിയോ? ഈ വാഹനം ഉണ്ടല്ലോ, ഈ വാഹനം എന്ന് പറയുന്നത് നീയാണ് കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിയന്ത്രിക്കാൻ എക്സ്പെർട്ടായിട്ടുള്ള ഡ്രൈവർ ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് പലരും പറയുന്നു. ആയിരിക്കാം, അതിൻ്റെ പ്രത്യക്ഷമായ കാരണം അതായിരിക്കാം. പക്ഷേ ഈ വാഹനത്തിൻ്റെ സമ്പൂർണ്ണ നിയന്താവ് അത് അല്ലാഹുവാണ്. അതാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇത് നിയന്ത്രിക്കുന്നവൻ, ഇത് അധീനപ്പെടുത്തുന്നവൻ, വിധേയമാക്കി തന്നവൻ എത്ര മഹാപരിശുദ്ധൻ. നമുക്കത് വിധേയമാക്കാൻ കഴിയില്ല എന്നാണ്. ഈ 10-40ഓളം ഹെയർ പിന്നുകളിൽ നിന്ന് 13ാമത്തെ ഹെയർ പിന്നിൽ നിന്ന് 8ലേക്ക് വീഴുമ്പോൾ അതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് അള്ളയാണ്. പക്ഷേ ആ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധം, നമ്മളൊക്കെ വാഹനത്തിൽ രാവും പകലുമൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അത് ചെറിയ യാത്രയാകട്ടെ വലിയ യാത്രയാകട്ടെ അതൊക്കെ ഉണ്ടാവണം.
മഹാനായ നബി സല്ലല്ലാഹു, ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബഹി നമസ്കരിക്കുക, മൻ സ്വല്ല സുബ്ഹ, ആരെങ്കിലും സുബഹ് നമസ്കരിച്ചു ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അല്ലാഹുവിൻ്റെ ഒരു കാവലിലാണ്, ഉത്തരവാദിത്തത്തിലാണ്. പക്ഷേ സുബഹിക്ക് അതിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ആത്മാർത്ഥമായി അച്ചടക്കത്തോടുകൂടി ശാന്തമായിട്ട് ഒരു ഇബാദത്ത് എന്നുള്ള ചിന്തയോടുകൂടെ നമസ്കരിക്കാൻ ആരുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നായി പറഞ്ഞു. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് പറയണം, പ്രാർത്ഥിക്കണം. എന്നാൽ അതിൽ കാണാം വഖീത അർത്ഥം വഖ എന്ന് പറഞ്ഞാൽ രക്ഷിച്ചു എന്നുള്ളതാണ്. വഖിന അദാബന്നാർ എന്ന് പറയുന്നില്ലേ, അതാണ് വഖീത, ഹുദീത എന്ന് പറയപ്പെടുന്ന, വഖുഫീത എന്ന് പറയപ്പെടും എന്ന. അതായത് ഇത് നിനക്ക് മതി, നീ സംരക്ഷിക്കപ്പെടും, നീ നേരായ വഴി നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത്തരം മരണങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്കുള്ള മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. എന്തിനാണ് മുന്നറിയിപ്പ്? നമ്മൾ അലസതയിലാണ്, നമ്മൾ ഉറക്കത്തിലാണ്, നമ്മൾ അശ്രദ്ധയിലാണ്, നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. നമുക്ക് ജീവൻ തന്ന, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുള്ള നമ്മൾ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? എന്തെല്ലാം സഹോദരങ്ങൾ എന്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ സന്ദർഭത്തിൽ ഒരു നിമിഷം തെറ്റിയാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ പെട്ടെന്ന് 2500 റിയാൽ വേണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ 10,000 വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ആരോഗ്യം നിലനിർത്താൻ, അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ, പടച്ചിറപ്പ് ആപത്തുകളിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള അശ്രദ്ധയിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ്, അതാണ് ഇത്തരം മരണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ള കാര്യം മറന്നിരിക്കുന്നു. നമ്മൾ ഉറക്കത്തിലാണ്, ആ ഉറക്കത്തിൽ നിന്ന് ഉണരണം. അതാണ് ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, എന്താണ് ഈ പെട്ടെന്നുള്ള മരണം? മൗത്തുൽ ഫുജ്അ എന്നാണ് പെട്ടെന്നുള്ള മരണത്തിന് പറയുക. പെട്ടെന്നുള്ള മരണം എന്ന് പറയുമ്പോൾ അത് ഒരു സൂചനയുമില്ലാത്ത ഒരു മരണമാണ്. സാധാരണഗതിയിൽ ആളുകൾ എന്ത് ചെയ്യും? രോഗമൊക്കെ വന്നു, ഒരു ക്യാൻസർ വന്നു, അത് ചികിത്സിച്ചു അങ്ങനെ ഒരുപക്ഷെ ഡോക്ടർ തന്നെ പറയും ഇനിയിപ്പോൾ ഒരു 6 മാസമൊക്കെ അല്ലെങ്കിൽ 8 മാസമൊക്കെ എന്ന് സൂചിപ്പിക്കും. അല്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? ഒരു സൂചന നൽകും, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വരും എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അങ്ങനെ തീരെ വയ്യാതെ 8 മാസമോ 10 മാസമോ 2 കൊല്ലമൊക്കെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, വാട്ടർ ബെഡും മറ്റും സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുകയാണ്. അപ്പം അങ്ങനെ സൂചനകൾ ഉണ്ടാവും ചിലത്. എന്നാൽ ഇത് ഒരു സൂചനയുമില്ല, ആ ഘട്ടത്തിൽ മരണം വരികയാണ്. എന്തെല്ലാം മരണത്തിൻ്റെ രൂപങ്ങളാണ്! നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇത്തരം പെട്ടെന്നുള്ള മരണമെന്ന് പറയുന്നത് അത് നമ്മുടെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുകയില്ല. അത് നമ്മുടെ കുടുംബത്തിനോടോ, ഇണയോടോ, മക്കളോടോ, മാതാപിതാക്കളോടോ, സഹോദരങ്ങളോടോ, സുഹൃത്തുക്കളോടോ യാത്ര ചോദിക്കാൻ നമുക്ക് ഒരു ടൈം തരികയില്ല. അത് വളരെ പെട്ടെന്ന് നമ്മൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ, ഒരുപക്ഷെ തിന്മകൾ ചെയ്യുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ മരണത്തിന് വിധേയമാകുക. സഹോദരങ്ങളെ, അതൊരിക്കലും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് തേടണം. എന്താണ് തേടേണ്ടത്? നല്ല മരണം, റബ്ബേ മരിക്കുന്ന സന്ദർഭത്തിൽ ഹുസ്നുൽ ഖാത്തിമ, ശുഭകരമായിട്ടുള്ള അന്ത്യം, അത് പ്രദാനം ചെയ്യണമേ എന്നാണ്. നിങ്ങൾ നോക്കൂ, ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യൻ വീട്ടിൽ നിന്ന് പ്രാതലൊക്കെ കഴിച്ച് കുളിച്ച് അങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ. ഇങ്ങോട്ടെങ്ങനെ വരിക? ആളുകളുടെ ചുമലിലേറ്റി ഒരു മയ്യത്തായി കൊണ്ടാണ് വരിക. അതാണ് പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇങ്ങനെ പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് വളരെ സമീപമാണ്, അടുത്താണ്. ചില ആളുകൾ പറയും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ 80, 85 കഴിഞ്ഞിട്ടാണ് മരണം. അതൊക്കെ വൃഥാ പറയാൻ. മരണം ഓരോ വ്യക്തികളും ഏത് സന്ദർഭത്തിലും മരണത്തിന് വിധേയമാകാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മരണം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ തൗബ ചെയ്യണം. എല്ലാ ദിവസവും തൗബ ചെയ്യണം. അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ പശ്ചാത്തപിക്കണം എന്നുള്ളതാണ്. പശ്ചാത്താപം, തൗബ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പം എല്ലാ ദിവസവും തൗബ ചെയ്യണോ എന്നുള്ള സംശയമൊക്കെ ആളുകൾക്കുണ്ട്. അതൊക്കെ പിന്നെ എന്തിനാണ് അത്രമാത്രം നമ്മൾ ഒരു ആത്മീയമായിട്ട് ആ രൂപത്തിലേക്ക് പോകുന്നത് എന്ന്. എന്നാൽ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും തൻ്റെ കൈകൾ നീട്ടിയിട്ടിരിക്കാൻ. എന്തിനാണ്? ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ പാപം ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാൻ. അതുപോലെ പകൽ സമയത്ത് അല്ലാഹു തആല കൈകൾ നീട്ടിയിട്ടിരിക്കുകയാണ്. എന്തിന്? രാത്രിയുടെ യാമങ്ങളിൽ തെറ്റ് ചെയ്തു പോയിട്ട് പകൽ സമയത്ത് ബോധോദയം ഉണ്ടായി, ഞാൻ തൗബ ചെയ്യണമല്ലോ, ഞാൻ അപരാധമാണല്ലോ ചെയ്തത് എന്ന് മനസ്സിലവൻ ഓർമ്മിക്കുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വല്ലവനും പശ്ചാത്തപിക്കുന്നുവെങ്കിൽ ദുഃഖം, പാപത്തിൽ നിന്ന് ദുഃഖത്തോടുകൂടെ ഖേദിച്ച് മടങ്ങാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ്റെ തൗബ സ്വീകരിക്കുവാൻ ഓരോ പകലിൽ ഓരോ രാത്രിയിൽ അള്ളാഹു കൈകൾ നീട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ തൗബ ചെയ്യണം എന്ന് മാത്രമല്ല, എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യൽ വാജിബാണ് എന്നുള്ളതാണ്, നിർബന്ധമാണ് എന്നുള്ളതാണ്. നമ്മൾ നിർബന്ധം, വാജിബ് എന്നൊക്കെ പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരം മാത്രമേ ഉള്ളൂ നമുക്കറിയാം. അല്ലെങ്കിൽ റമദാനിൽ നോമ്പ്, സമ്പത്തുണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ ഹജ്ജ്, ഇതൊക്കെയാണ് നിർബന്ധം. അത് മാത്രമല്ല, ഓരോ ദിവസവും തൗബ ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ നമ്മളൊക്കെ ഈ ഭൗതികമായിട്ടുള്ള ഒരുപാട് ചിന്തകളും ഇവിടെ ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നെ പുറകെ പോവുകയാണ്. എന്നാൽ മുൻഗാമികളായ ആളുകളോ സഹാബത്തോ അവര് വല്ലാതെ അങ്ങനെ ഭൗതികമായിട്ടുള്ള ഒരു ആസക്തി അവർക്കുണ്ടായിരുന്നില്ല. ഭൗതികമായിട്ടുള്ള ഒരുപാട് വെട്ടി സമ്പാദിക്കണം, എങ്ങനെയും സമ്പാദിക്കണം, സുഖിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെ ഒരു പഞ്ചനക്ഷത്ര ജീവിതം നയിക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. അവർക്കെന്താ ഉണ്ടായിരുന്നത്? കാന സലഫു യഖാഫൂന മിൻ തൂലിൽ അമൽ, അതിര് വിട്ടുള്ള ആഗ്രഹങ്ങൾ, അതിൽ നിന്ന് അവർ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതിരുവിട്ട മോഹങ്ങൾ, വ്യാമോഹങ്ങളുണ്ടല്ലോ, അതിന്നൊക്കെ അവർ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഓരോ നിമിഷത്തിലും അവർ മരണത്തിന് വേണ്ടി തയ്യാറായിരുന്നു എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് മരണം പിടികൂടും എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടായിരുന്നു. സഹോദരങ്ങൾ, ഇപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കുക, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇന്നയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, മറ്റേ ആൾക്ക് സ്ട്രോക്ക് വന്നു, വേറെ ആൾക്ക് തലയിൽ ബ്ലഡ് കോട്ടായി, അല്ലെങ്കിൽ ആ രൂപത്തിൽ മരണം സംഭവിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ പിന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സ് കടുത്തു പോയിരിക്കുന്നു. നമ്മുടെ ഹൃദയം പാറയേക്കാൾ അതപ്പതിച്ചിരിക്കുന്നു അതിൻ്റെ ആ കടുപ്പം കൊണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം, നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ്. എന്താണ് ഒന്നാമതായി ചെയ്യേണ്ടത്? അൽ മുദാവമതു അല ത്വആത്ത്, അതായത് നന്മകൾ ചെയ്യാൻ, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നിരന്തരമായി, വല്ലപ്പോഴുമല്ല, അൽ മുദാവമാണ് നിരന്തരമായി, നിത്യേന എന്നോണം അള്ളാഹുവിനോടുള്ള ഹക്കുകൾ നിർവഹിക്കുക, കുടുംബത്തോടുള്ള ഹക്കുകൾ നിർവഹിക്കുക, മറ്റുള്ള ആളുകളോടുള്ള അഥവാ സൽക്കർമ്മങ്ങൾ അങ്ങനെ പിന്നെ എന്ത് ചെയ്യുക, ഒരു നിരന്തരമായി അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും കൃത്യമായിട്ട് വീഴ്ചകളില്ലാതെ നിർവഹിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഞാൻ ആവർത്തിക്കുകയാണ്, ലാ തുഅഖിറു തൗബ, തൗബ നീ നീട്ടിവെക്കരുതേ എന്നുള്ളതാണ്. അതുപോലെ വലാ തുഅജ്ജിലി സ്വലാ, നമസ്കാരം നീട്ടിവെക്കല്ലേ. നമസ്കാരമൊക്കെ എന്ത് ചെയ്യുക,
പിന്നീടാവാം അങ്ങനെ ചിലപ്പോൾ നമസ്കാരം തന്നെ നഷ്ടപ്പെടുത്തുന്നു. ആ രൂപത്തിൽ മാറാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നാളേക്ക് സൽക്കർമ്മങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളൊരു ചിന്ത പാടില്ല. അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അത് നമ്മുടെ മനസ്സിൻ്റെ ജീവനാണ്. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയില്ലാത്ത മനസ്സ് അത് ജഡമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. ഒരു മത്സ്യം വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തിട്ടാൽ എങ്ങനെയാണ് ആ മത്സ്യത്തിൻ്റെ അവസ്ഥ, അതുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ച് സ്മരണയില്ലാത്ത മനുഷ്യൻ്റെ മനസ്സ് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും, അതായത് തൗബ, അതുപോലെ നമസ്കാരം കൃത്യസമയത്ത്, മറ്റുള്ള ഇബാദത്തുകളും പുണ്യകർമ്മങ്ങളും നിരന്തരമായി ചെയ്യുക. നാളേക്ക് നീട്ടിവെക്കാം. ഒരു ദാനമുണ്ട്, ധർമ്മമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കുടുംബ ബന്ധമുണ്ട്, ചേർക്കാനുണ്ട്, അത് നാളെ ആവാം, പിന്നെ ആവാം, അടുത്ത തവണയാകും, അങ്ങനെ നീട്ടിവെക്കുക. അത് പിശാചിൻ്റെ ദുഷ്പ്രേരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ധാരാളമാക്കുക. ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, റദ്ദുൽ മലാലിമി ഇല അഹ്ലിഹാ, നമ്മുടെയൊക്കെ അടുക്കലേ, നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ ഡെപ്പോസിറ്റിലോ ഒക്കെ എന്താണ് മറ്റുള്ള ആളുകളുടെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് നൽകുക. അതല്ലാതെ നമ്മൾ തൗബ ചെയ്തിട്ട് കാര്യമില്ല. മറ്റൊരാളുടെ ഹക്കുകൾ, അവകാശങ്ങൾ നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ, സ്വന്തം ഭാര്യയുടേതാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളുടേതാണെങ്കിലും, അവർക്ക് അവകാശപ്പെട്ടത് അവരുടെ അനുവാദമില്ലാതെ, അവരുടെ തൃപ്തി ഇല്ലാതെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ തൗബ എങ്ങനെ സ്വീകരിക്കുക? അല്ല. അപ്പോൾ റദ്ദുൽ മലാലിമി ഇലാ അഹ്ലിഹാ എന്നാണ്. നമ്മൾ അടിച്ചെടുത്ത വസ്തുക്കളുണ്ടല്ലോ, മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ, അതതിൻ്റെ ആളുകളിലേക്ക് കൊടുക്കുക എന്നാണ്. എപ്പോ? മരണം വരുന്നതിന് മുമ്പ് എന്നാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അങ്ങനെയായിരുന്നു. ആ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. മറ്റൊന്ന്, നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലെ കൂടുതൽ നന്നാക്കുക. നമ്മളിപ്പോൾ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നു, നമസ്കരിക്കുന്നു. എങ്ങനെയാണ് നമസ്കാരം? പലപ്പോഴും ഒരു കടമ നിർവഹിക്കലാണ്. കടമ നിർവഹിച്ചത് കൊണ്ടായില്ല. നമ്മുടെ നമസ്കാരമൊക്കെ ഇബാദത്താകണം. ഇബാദത്താകണമെങ്കിൽ എന്താ അതിൻ്റെ ഒരു കാര്യം എന്നറിയോ? അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇബാദത്തുകൾ വളരെ വിനയത്തോടുകൂടെ, താഴ്മയോടുകൂടെ, പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടെ ആയിരിക്കണം. അതാണ് അത്. നമ്മളിപ്പോൾ ഈ ഷർത്തും ഫർളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ മനസ്സിൽ ഇത് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഭക്തിയും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ ഇബാദത്തുകളൊക്കെ, നമ്മുടെ ആ നമസ്കാരങ്ങളാവട്ടെ, മറ്റുള്ള പുണ്യകർമ്മങ്ങളാവട്ടെ, അതല്ല സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ആണ് മരണത്തിന് വിധേയമാകുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു തആല പറയുകയാണ്, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, അവരിൽ ഒരാൾക്ക് മരണം വരും. അപ്പോൾ അവന് പറയും, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരേണമേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള, ഞാൻ വീഴ്ചകൾ വരുത്തിയിട്ടുള്ള ആ കാര്യത്തിൽ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തേക്കാം, ഞാൻ നല്ലവനായേക്കാം എന്ന് പറയാൻ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹ് പറയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, നമ്മൾ ഈ ജുമുഅക്ക് ഓതുന്ന മുനാഫിഖൂൻ എന്ന് പറഞ്ഞ ആ സൂറത്തിലുണ്ടല്ലോ, ആ സൂറത്തിൽ എന്താണുള്ളത്? ഈ വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. മരണം വരുമ്പോഴേ ഒന്ന് നീട്ടിത്തരൂ, ഞാൻ സദക്ക ചെയ്യാം, സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാകാം, അല്ലെങ്കിൽ പുണ്യം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാകാം എന്ന് മനുഷ്യൻ പറയുന്നുണ്ടല്ലോ. ഇത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ പറയുക എന്നാണ് ഒരാളുടെ സംശയം. ഒരിക്കൽ വളാഞ്ചേരിയിലുള്ള ഒരാൾ ചോദിച്ചാൽ, അപ്പോൾ നിങ്ങൾ നോക്കൂ, അത് ആരാണ് അങ്ങനെ പറയുക? അങ്ങനെ പറയുക അതിൻ്റെ തൊട്ട് മീതെയുള്ള ആയത്തിൽ തന്നെയുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ
എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് തുടങ്ങുന്നത്. അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്ത്, സന്താനങ്ങൾ, ഇതൊക്കെ അള്ളാഹിന്റെ ദിക്റുകളിൽ നിന്ന്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. അപ്പോൾ വിശ്വാസികളിൽപ്പെട്ട ആളുകൾ തന്നെ വേണ്ട രൂപത്തിൽ അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളും അള്ളാഹുവിനോടുള്ള കടമകളും നിർവഹിക്കാതെ വീഴ്ച വരുത്തി അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളാണ് എങ്കിൽ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ ആ മലക്കുൽ മൗത്ത് റൂഹെടുക്കുന്ന ഘട്ടത്തിൽ അള്ളാഹിനോട് പറയും, എന്താ പറയാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, എൻ്റെ രക്ഷിതാവേ അടുത്തൊരവധിയേക്ക് ഒന്ന് നീട്ടിത്തരയണമേ എന്നുള്ളത്. പക്ഷേ നീട്ടിക്കൊടുക്കോ? നീട്ടിക്കൊടുക്കും എന്നാണ് പല ആളുകളുടെയും ചിന്ത. പക്ഷേ നീട്ടുകയില്ല. പ്രിയമുള്ളവരെ, ആ ആയത്തിന് ശേഷം തന്നെ പറയുന്നുണ്ട്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി വന്നെത്തിയാൽ അത് ഒരിക്കലും നീട്ടിക്കൊടുക്കുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു അറാഫ് അതില് ഈ കാര്യം ആവർത്തിക്കുന്നുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ അജലുൻ, എല്ലാ സമുദായങ്ങൾക്കും അവധിയുണ്ട്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, അവധി എത്തിയാൽ അത് പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ ഏത് സമയവും മരണം നമ്മളെ പിടികൂടാം എന്നുള്ള ചിന്ത എനിക്കുണ്ടാകണം, നിങ്ങൾക്കുണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ടുപോയേക്കാം, അല്ലെങ്കിൽ അവരെ വിട്ട് നമ്മൾ പോകേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, അള്ളാഹിൻ്റെ റസൂല് ഇങ്ങനെയൊക്കെയുള്ള അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പ്രവാചകന്റെ ഒരു പ്രാർത്ഥന ഈ പ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി വഅഊദു ബിക മിനൽ തറദ്ദി വഅഊദു ബിക മിനൽ ഗർഖി വൽ ഹറഖ്. അതായത്, അല്ലാഹുവേ, കെട്ടിടം തകർന്ന് അതിനകത്ത് പെട്ട് മരണപ്പെടുന്നതിൽ നിന്നും, അതുപോലെ മലമുകളിൽ നിന്ന് തെന്നി വീണ്, കുന്നുകളിൽ നിന്ന്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒക്കെ തെന്നി വീണ് മരണം വരിക്കുന്നതിൽ നിന്നും, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി അങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ നിന്നും, അതുപോലെ അഗ്നിബാധയേറ്റ് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും റബ്ബേ എന്നെ കാക്കേണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ആ 4 കാര്യത്തോട് കൂട്ടിച്ചേർക്കേണ്ടതാണത്, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഇതിനൊക്കെ പ്രസക്തി എന്ന് തോന്നും. അതായത് ഇതിൽ ഒന്ന് പറഞ്ഞ എന്താ പറയുക, വൽ ഹറക്കി എന്ന അഗ്നിബാധ ഏറ്റിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ ജുബൈലിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹം പെട്രോൾ ടാങ്ക് പിന്നെ ഉള്ള ഈ ട്രെയിലർ, പിന്നെ ആ ടാങ്ക് വലിയ വണ്ടി ഓടിക്കുകയായിരുന്നു. നല്ല പരിചയസമ്പന്നനായ ഡ്രൈവറായിരുന്നു. ഒരുപാട് കാലം അദ്ദേഹം അങ്ങനെ വർക്ക് ചെയ്യാണ്. ഒരു യുവാവാണ്. ഒരു ദിവസം എങ്ങനെയോ പെട്രോൾ കത്തി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലിയ തോതിൽ കത്തി അദ്ദേഹം അതിനകത്ത് വെന്ത് മരിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഇത്തരം മരണങ്ങളൊക്കെ സാധ്യമാണോ? കെട്ടിടം വീഴുമോ, അല്ലെങ്കിൽ നമ്മളൊക്കെ വെള്ളത്തിൽ മുങ്ങുമോ, അല്ലെങ്കിൽ തെന്നി വീഴുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകും. വെറുതെ അല്ല ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചത്, ഇതിലൊക്കെ വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ട് പറയും, എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിന് ബോധ്യം വരാത്തത്? ഒരു അറബി ചിന്തകൻ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്, മൗത്തുൽ ഫുജ്ആ, പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം. ആ ലേഖനത്തിൽ അദ്ദക്തൂർ അബ്ദുർ റഖീബ് റാഷിദി എന്ന് പറയുന്ന അറബ് ചിന്തകൻ എഴുതുകയുണ്ടായി, ബിസബബി ഗഫ്ലത്തിൽ കസീരിൻ മിന്നാ അൻ മൗത്തിൽ ഫുജ്ആ. അതായത് നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മലയാളികളായ നമ്മളല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇതേ സ്വഭാവം നമ്മളിലുമുണ്ട്. എന്താ പറയുന്ന അറിയുള്ളൂ, പെട്ടെന്നുള്ള മരണത്തെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും അശ്രദ്ധയുണ്ട്. അതിന് കാരണം അസ്ബഹ അക്സറുനാ യക്റഹുൽ ഹദീസ് അനിൽ മൗതി ഫീ ഖുതബിൽ ജുമുഅ അവി ദുറൂസ്
വൽ മവാഇൽ, അതായത് വെള്ളിയാഴ്ച ഖുതുബ പ്രസംഗം, അതുപോലെ ക്ലാസ്സുകൾ, മറ്റുള്ള ഉപദേശങ്ങൾ നൽകുന്ന സദസ്സുകൾ, ഇത്തരം സദസ്സുകളിലൊക്കെ മരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു എങ്കിൽ, ഖുതുബ നടത്തുന്നു എങ്കിൽ അത് ആളുകൾക്ക് വെറുപ്പാണ്, ആളുകൾക്ക് അനിഷ്ടമാണ് എന്ന് അദ്ദേഹം എഴുതുകയാണ്. എന്താ കാരണം? അദ്ദേഹം പറയാണ് പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് അവർ ബഹുഭൂരിഭാഗം ആളുകളും അശ്രദ്ധരാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ ഫൽ മൗതു, അവർ ഈ ജനങ്ങൾ എന്താ പറയുന്നത്? ഇത്തരം മരണത്തെക്കുറിച്ചുള്ള സംസാരം ഒഴിവാക്കൂ, ഞങ്ങളൊന്ന് ജീവിക്കട്ടെ എന്നാണ്. എന്ന് മാത്രമല്ല ഫൽ മൗതു ലാ യസാൽ ബഈദൻ അന്നാ, അവർ പറയുന്നത് എന്താ? മരണമൊക്കെ വിദൂരാണ്, ഞങ്ങളൊക്കെ ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് വഹാദൽ ഹാലു മുഖാലിഫുൻ ലിഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ചര്യക്ക് ഈ ചിന്താഗതി വിരുദ്ധമാണ് എന്നുള്ളതാണ്. അതായത് മരണത്തെക്കുറിച്ചുള്ള ഉത്ബോധനം വേണ്ട, മരണത്തെക്കുറിച്ചുള്ള ഖുതുബ വേണ്ട, ക്ലാസ് വേണ്ട എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, അതെന്താണ്? അത് പ്രവാചകന്റെ ചര്യക്കെതിരാണ്. കാരണം അമർന, അള്ളാഹിന്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചു മൗത്ത്, മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുവാൻ പ്രവാചകൻ നമ്മോട് പറഞ്ഞു. എന്നിട്ട് ഇമാം തിർമിദി കൊടുത്തൊരു ഹദീസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ഓർക്കുകയും നിരന്തരം ചിന്തിക്കുകയും മരണത്തെക്കുറിച്ചുള്ള ആയത്തുകൾ, പ്രവാചകന്റെ ഉപദേശങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെല്ലാം പ്രാർത്ഥനകളാണ്. ഏതാനും ദിവസം മുമ്പ് നമ്മളൊരു പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതായത് 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നാഥാ നീ തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വതഹവ്വുലി ആഫിയതിക, നീ എനിക്ക് തന്നിട്ടുള്ള ആയുരാരോഗ്യം, സൗഖ്യം, അത് നഷ്ടപ്പെടുന്നതിൽ നിന്ന്, അത് മാറിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു. എന്നിട്ട് പറയുന്നു വഫുജാഅതി നിഖമതിക, നീ നിന്റെ നിഖമത്ത്, വിപത്തുകൾ, ദുരന്തങ്ങൾ, ആപത്തുകൾ എന്നെ പിടികൂടുന്നതിൽ നിന്ന്, എങ്ങനെ പിടികൂടുന്നു? പെട്ടെന്ന് പിടികൂടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വജമീഇ സഖതിക്, അതുപോലെ നിന്റെ മുഴുവൻ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഏത് അപകടവും നമ്മുടെ വെളിപ്പാട് അകലെയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് പനി ബാധിച്ചു കിടന്നു. ആ സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയുണ്ട്, എന്താണ് എന്ന്. അപ്പൊ അദ്ദേഹം പറയാണ് കുല്ലുംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, അതായത് എല്ലാവരും കുടുംബത്തിൽ സന്തോഷത്തോടുകൂടെ കഴിയുന്നു, പക്ഷേ മരണം അവന്റെ ചെരുപ്പിന്റെ ഭാരനേക്കാൾ അടുത്താണ് എന്നുള്ളതാണ്. മരണം എന്ന് പറയുന്നത് അത് വിദൂരത്താണ്, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഐനൽ ഉയൂനുൽ ബാഖിയ അൻ ഖശ്യത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകൾ എവിടെയാണ് ഈ കാലഘട്ടത്തിൽ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മരണത്തെ ഓർത്ത് അല്ലാഹുവിൻ്റെ ആ അദാബിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ കുറിച്ച് ഏകാന്തനായി ഇരുന്ന് കരയുന്ന കണ്ണുകൾ എവിടെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഐനൽ ഖുലൂബുൽ വജ്ല മിൻ ലിഖാഇല്ലാ, നാളെ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയേണ്ടി വരുമല്ലോ, വിചാരണക്ക് വിധേയനാകേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഈ ഹൃദയങ്ങൾ നടുങ്ങുന്ന അങ്ങനെയുള്ള ഹൃദയങ്ങൾ എവിടെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് ബാദിറു ബിൽ അഅമാലി സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുക, നിരന്തരമായി നിശ്ചലമാകാത്ത അപങ്കുരം സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുക. സഹോദരങ്ങളെ, ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അതൊക്കെ ഒരു 6ാം വിരലായിട്ട് കാണുന്ന ഈ ക്ലാസ് എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള യഥാർത്ഥത്തിലുള്ള ദീനീ പ്രവർത്തനം അതിനോടൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, അത് സ്വയം നഷ്ടം ചോദിച്ചു വാങ്ങലാണ്. നമ്മുടെ നന്മയുടെ രേഖയിൽ നമുക്ക് നന്മകൾ വാരിക്കൂട്ടാൻ
നിരന്തരം ഇതിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഏറ്റവും നല്ല ശുഭകരമായിട്ടുള്ള അന്ത്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രമല്ല, അല്ലാഹു എല്ലാവിധ അപകടങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.